നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മലബാർ കലത്തപ്പമാണ്. മലബാർ അരിക്കേക്ക് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഇതിൻ്റെ പ്രധാന ചേരുവ അരിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ശരീരത്തിന് ഹാനികരമായ ഒന്നും ഇതിൽ ചേരുന്നില്ല എന്നതാണ്. നെയ്യ് പോലും കുറച്ച് മാത്രം. മധുരം ഇഷ്ടമുള്ള എന്നാൽ ആരോഗ്യത്തിന് ശ്രദ്ധയുള്ളവർക്കും ഇത് കഴിക്കാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ആദ്യം അരി കുതിർക്കണം. ഇവിടെ നമ്മൾ 2 തരം അരിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് സാധാരണ പച്ചരിയും 1/2 കപ്പ് ബിരിയാണി അരിയും. ബിരിയാണി അരി ഇല്ലെങ്കിൽ 1 കപ്പ് പച്ചരി മാത്രം എടുത്താലും മതി. അതൊരു 3 മണിക്കൂർ കുതിർക്കുക. ചെറു ചൂടുവെള്ളത്തിലിട്ടാൽ ഒരു 20 മിനിറ്റ് മതിയാവും. ഇനി ഈ പച്ചരി അരച്ച് മാവാക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 2 തരം അരികളും 1 കപ്പ് ചോറും പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇച്ചിരി കട്ടിയിൽ സ്മൂത്തായ മാവ് തയ്യാറാക്കി എടുക്കുന്നു. ഇനി ഇതങ്ങ് മാറ്റി വെച്ചേക്കും. ഇനി ശർക്കര ഉരുക്കണം. 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം. ഇനി അതിൽ വെള്ളം ചേർത്ത് ഉരുക്കുക. നന്നായി ഉരുകും വരെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് അരിച്ചെടുത്ത് നേരെ അരിമാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. വളരെ സിമ്പിൾ അല്ലേ? പക്ഷേ കേക്കിൽ നമ്മൾ കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കില്ലേ? ഇവിടെ നമ്മൾ തേങ്ങാക്കൊത്തും അല്പം ചുവന്നുള്ളി മുറിച്ചതുമാണ് ചേർക്കുന്നത്. പക്ഷേ ഇവിടെ വേറെ ചിലത് കൂടി ചേർക്കാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഏലക്കയും പഞ്ചാരയും കൂടി ചേർത്ത് പൊടിച്ചത് 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ട് വാർത്തെടുക്കുക. അതിനുശേഷം ചുവന്നുള്ളി അരിഞ്ഞതും കൂടി മുറിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം കുക്കർ എടുത്ത് ഉൾവശം മുഴുവൻ നെയ്യോ വെണ്ണയോ പുരട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുക. പകുതി ഇട്ടാൽ മതി. തീ എപ്പോഴും മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക. മിച്ചമുള്ള തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും മുകളിൽ വിതറുക. ഇനി കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് ഇടാതെ ഒരു 10-15 മിനിറ്റ് ബേക്ക് ചെയ്യുക. അതിനുശേഷം തുറന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക. അതിലൊന്നും പറ്റിപ്പിടിക്കാതെ സ്മൂത്തായാണ് വരുന്നത് എങ്കിൽ പാകമായി എന്ന് കരുതുക. തണുത്തതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റാം.
ഇതാണ് മലബാർ കലത്തപ്പം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കുക, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.